ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷയമാണ്. എല്ലാവരും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫ് എന്താവണം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നോക്കി കണ്ടും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ ഈ ഡ്രാമ എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യാനാണ് കരുതിയത്. പക്ഷേ ചിന്തിച്ചപ്പോഴേ ഇനി ഈ ഡ്രാമയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല എന്നുണ്ടെങ്കിൽ 2 എപ്പിസോഡ് ഈ ഒരു ചാനലിലും ബാക്കിയുള്ള എപ്പിസോഡ്സ് മറ്റേ ചാനലാണെന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് തീരുമാനിച്ചത്. എന്തായാലും നമുക്ക് ഈ ഒരു ചാനൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു എപ്പിസോഡിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നുണ്ടെങ്കിൽ ഡ്രാമ കണ്ടിന്യൂ ചെയ്യും. ഇതൊരു ടെസ്റ്റിംഗ് മാത്രമാണ്. കാരണം പൈസ മുടക്കി ചെയ്ത ആ ഒരു കമ്പനിക്ക് തന്നെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. എനിവേ എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ ആച്ചയെ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നല്ലോ. അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ചെല്ലുന്നുണ്ട് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കിസ് ചെയ്യുന്നുള്ള രീതി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് നമുക്ക് എന്താ നടക്കുന്നതെന്ന് അറിയാം. നോർമലി ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബിങ് കാര്യങ്ങളായിട്ട് വരും. പക്ഷേ ഗൈസ് ഇവിടെ അങ്ങനെയല്ല. ആ ഒരു ഓഫീസിലുള്ള എല്ലാ എംപ്ലോയീസും കൂടി ഒരുമിച്ച് കയറി വരുവാണ്. വന്ന പാടെ തന്നെ ആച്ചയും കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടല്ലോ, എന്ത് പറ്റി നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളിപ്പോൾ താഴത്തേക്ക് വരാൻ വേണ്ടി പോയതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തേക്കൊന്നും വരണ്ട, ഞങ്ങൾ എന്തായാലും ഇവിടേക്ക് വന്നല്ലോ, അപ്പം ഞങ്ങൾക്ക് കൂടി കാറ്റ് കൊള്ളാമെന്നൊക്കെ. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിൽപ്പുണ്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ യാദൃച്ഛികമായിട്ട് നമ്മുടെ കരനെ തട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്സവം നടക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഇവിടേക്ക് ഇവരെല്ലാവരും വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കും ആച്ചയ്ക്കും ഇടയിൽ എന്തായിരുന്നു ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അയ്യോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആച്ചി എനിക്കൊരു ചാൻസ് തരാൻ വേണ്ടി പോകണോ? എന്തായാലും ശരി തന്നെ കരൺ, ഈ ഒരു ചാൻസ് നീ മിസ്സാക്കാൻ പാടില്ല എന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാന്നുള്ള രീതിയിൽ കരണിനെ നോക്കുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ ആച്ചയെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരുവാണ്. കുളിച്ച് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അടുത്തൊരു കോൾ വരുവാണ്. അത് വേറെ അടുത്തൊന്നുമല്ല, നമ്മുടെ ജിൻ്റെ അടുത്താണ്. ജിൻ്റെക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം വട്ടുപിടിച്ച അവസ്ഥയാണ്. അവനാണെന്നുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത പാടെ തന്നെ ഭയങ്കരമായിട്ട് കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആച്ചയാണെന്നുണ്ടെങ്കിൽ നീ ആദ്യമേ ഒന്ന് കാമാവും, അതിനുശേഷം സംസാരിക്കാനെന്ന്. ഇതേക്ക് നമ്മുടെ ജിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് മനസ്സമായിട്ടിരിക്കുന്നത്, നീ പറഞ്ഞില്ലേ ഒരു മാജിക് പവറിനെ പറ്റിയിട്ട്, ആ ഒരു പവർ എനിക്കും കിട്ടിയടാ. ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ എനിക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് സമാധാനത്തിൽ ഇരിക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റർ അല്ലേ, എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ഒരാളെ കൊണ്ടുവന്ന് അത് ഏൽപ്പിക്കുമ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ എന്നെ പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞാൽ അതും ഞാൻ കേൾക്കേണ്ടി വരത്തില്ലേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യടാ. പ്ലീസറാ, നീ ഒരു കാര്യം ചെയ്ത് നീ എൻ്റെ റൂമിലേക്ക് വാ, കുറച്ച് ദിവസം നീ ഇവിടെ താമസിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമെന്ന്. ഇതേക്ക് നാച്ചെന്നുണ്ടെങ്കിൽ അയ്യോ ഞാനിങ്ങനെ നിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നത്, നാളെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓഫീസ് ടൂർ വെച്ചേക്കാണ്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടേക്ക് വരാം. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ അവിടേക്ക് വരുന്നവരെ നീ ആരുമായിട്ട് പുറത്ത് പോയി ചെന്ന് യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ കോൺടാക്റ്റും വെക്കാൻ വേണ്ടി പാടില്ല. നീ ഞാൻ വരുന്നവരെ റൂമിൽ തന്നെ ഇരിക്കണമെന്ന്. ജിൻ്റെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്താൽ മതിയല്ലേ, അപ്പോൾ അവന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അവനാകെപ്പാട് വെപ്രാളപ്പെടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ടൂറിനാണ്. ഓരോരുത്തരായിട്ട് ഒന്നും ബസ്സിൽ കയറുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പൈയുടെ കയ്യിൽ നിന്ന് ബാഗ് താഴത്തേക്ക് പോകുമ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചി എടുത്തു കൊടുക്കാണ്ട് പോവാണ്. ആച്ചിയുടെ കൈയും നമ്മുടെ പൈയുടെ കൈയും കൂടി തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൈയുടെ മൈൻഡ് പറയുന്നത് ഒത്തിരി റിസോർട്ട് ഉണ്ടായിരുന്നല്ലോ, അവിടേക്കൊന്നും പോകാതെ എന്തിനാ ആ ഒരു റിസോർട്ടിലേക്ക് തന്നെ പോകുന്നത്, അവിടെ വെച്ച് അയാളെ വീണ്ടും മീറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു തലവേദന തന്നെയാണെന്ന്. ഇതേക്ക് നമ്മൾ ആച്ചയ്ക്ക് എന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അതിനുശേഷം നമ്മുടെ കാണാന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറി നോക്കുമ്പോൾ ആച്ചയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ്. ആച്ചയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ ആച്ചിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണെന്ന് ഇരുന്നിട്ട് ഇവനിങ്ങനെ നടന്നു വരുമ്പോൾ രുചാന്നുണ്ടെങ്കിൽ കാരണം നീ എവിടേക്കാണ് പോകുന്നത്, വാ എൻ്റെ അടുത്ത് വന്നിരിക്കുക, നമുക്ക് രണ്ടൊക്കെ സംസാരിച്ചും പറഞ്ഞ് അവിടേക്ക് പോകാമെന്നൊക്കെ. ഇതേക്കും നമ്മുടെ കാണാന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ഞാൻ ഫ്രണ്ടിൽ പോയി ചെന്നിരിക്കാൻ വേണ്ടി പോവാണ്, അതാകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടുന്ന സ്നാക്സ് ഒക്കെ എനിക്ക് എടുത്ത് തരാമല്ലോ എന്ന്. ഇതേക്കും നമ്മുടെ രുചാന്നുണ്ടെങ്കിൽ അയ്യോ കരൺ നിൻ്റെ മൈൻഡ് എത്ര സോഫ്റ്റ് ആണെന്ന് ഇതും പറഞ്ഞിട്ട് നമ്മുടെ കരൺ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. കാരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചിയുടെ അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ റോക്ക് പയ്യനാണെന്നുണ്ടെങ്കിൽ നേരെ വന്ന് ആച്ചിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കാരണമെന്നുണ്ടെങ്കിൽ അവരുടെ തൊട്ട് പറയുന്നത് ചീറ്റിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല നമ്മളെ റോക്കും ആച്ചിയും കൂടി സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവനെ അവിടെ നിന്ന് മാറ്റിക്കൊള്ളാൻ വയ്യ. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാവർക്കും സ്നാക്സും വാട്ടർ ബോട്ടിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആച്ചിക്ക് മാത്രം സ്നാക്സ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഒരു ജ്യൂസ് ബോട്ടിലാണ്. ഇത് കാണുന്ന നമ്മളെ റോക്കാണെന്നുണ്ടെങ്കിൽ കാരണം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വാട്ടർ ബോട്ടിലല്ലേ തന്നത്, പിന്നെ ആച്ചിക്ക് മാത്രം എന്താ സ്പെഷ്യലായിട്ട് കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴേ കാരണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആച്ചിക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും കൊടുത്തതല്ല, അത് എടുത്ത വഴിയിൽ റാൻഡമായിട്ട് അവന് കിട്ടിയതാണെന്ന്. ഇത് കേൾക്കുന്ന നമ്മൾ റോക്കാണെന്നുണ്ടെങ്കിൽ ചുറ്റിനുള്ള എല്ലാവരുടെ കയ്യിലും നോക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും വാട്ടർ ബോട്ടിലാണ് ഉള്ളത്, പിന്നെ ഇവന് മാത്രം എന്താ ഇത്ര സ്പെഷ്യലായിട്ടെന്ന്. അപ്പോൾ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ റോക്കിൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് പൈക്കാന്നുണ്ടെങ്കിൽ ഇത് വർക്ക് വരായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും അവളുടെ അടുത്ത് പോയി ചെന്നിരിക്കുകയാണെന്ന്. ഇതേക്ക് നമ്മൾ റോക്കാന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ സാധനങ്ങൾ ഫുള്ള് ഇവിടെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ ഞാനങ്ങനെ കുറേ പോയി ചെന്നിരിക്കേണ്ടതെന്ന്. ഇതേക്ക് നമ്മുടെ
കാണണമെന്നുണ്ടെങ്കിൽ മോനെ അതൊന്നും കുഴപ്പമില്ല ഞാനെടുത്ത് വെച്ച് തരാന്നുള്ള രീതിയിൽ ഇവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് നേരെ ഫയയുടെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ നിനക്ക് അവിടെ പോയി ചെന്നിരിക്കുന്നതിന്. ഇവനാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ആച്ചിയെന്നുണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കുമ്പോഴേ നമ്മുടെ കരണ്ട മീതേക്ക് ടച്ച് ആവാണ്. അപ്പോൾ നമ്മുടെ കരൺ മനസ്സിൽ തിങ്ക് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഇവൻ്റെ അടുത്ത് ഇത്രയധികം ക്ലോസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന്. അതേപോലെ തന്നെ ദൈവമേ നല്ല ഈ വല്ല മഴ പെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല ട്രാഫിക് ജാം ഉണ്ടാവുകയോ അതും അല്ലാന്നുണ്ടെങ്കിൽ മരം വല്ലതും വീണ്ടും ബ്ലോക്ക് ആവുകയെല്ലാം ചെയ്യണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചധികം നേരം ഇങ്ങനെ ആച്ചിയുടെ അടുത്തിരിക്കാമല്ലോ ഒന്ന്. ഇതേക്ക് നമ്മൾ ആച്ചി എന്നുണ്ടെങ്കിൽ ഇവൻ എന്തൊക്കെയാണ് മനസ്സിൽ തിങ്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ തന്നെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഇരുന്നിട്ട് ആച്ചി ഇത് ഏത് സ്ഥലമായെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും നമ്മുടെ കരൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ആച്ചി എന്തോരം ക്യൂട്ടാണ്. അന്ന് നൈറ്റ് ഇവൻ്റെ അടുത്ത് ഇരുന്നതിന് ശേഷം ഞാനിപ്പോഴാണ് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. ഇദ്ദേഹം നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസോർട്ട് എത്തുമ്പോഴത്തേക്കും എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇവൻ്റെ അടുത്ത് ഇത്രയധികം ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അകലം പാലിക്കുന്നുണ്ട്. ഇവൻ എന്ത് കാമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ മനസ്സ് ഫുള്ളും വൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യുന്നതിന്. അങ്ങനെ അതിനുശേഷം എല്ലാവരും കൂടി റിസോർട്ടിലേക്ക് വരികയാണ്. വന്നപാടെ തന്നെ ദുജു പറയുന്നുണ്ട് എല്ലാവരും പെയറായിട്ട് വേണം റൂം ഷെയർ ചെയ്യാൻ. അതേപോലെ തന്നെ അരമണിക്കൂറിനുള്ളിൽ കൺവെൻഷൻ റൂമിലേക്ക് വരണമെന്നൊക്കെ. അപ്പോൾ തന്നെ എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ട് ആരൊക്കെ തമ്മിലാണ് റൂം ഷെയർ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ ആച്ചിയും കണ്ണും കൂടി പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇപ്പോൾ എന്തായാലും ഇവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമെന്ന്. ഇവനപ്പോൾ തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നുണ്ട്. നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും കാരണം നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെയെങ്കിലും നമ്മുടെ ആച്ചിയുടെ പൊടി പോലും കാണുന്നില്ല. ആച്ചയാണെന്നുണ്ടെങ്കിൽ നേരെ വന്ന് സംസാരിക്കുന്നത് നമ്മുടെ റോക്കിൻ്റെ അടുത്താണ്. റോക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ കൂടെ ഞാൻ റൂം ഷെയർ ചെയ്തോട്ടേന്ന്. അപ്പോൾ നമ്മുടെ റോക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ് പക്ഷേ ഞാൻ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കൂർക്കം വയ്ക്കും അതിൽ നീ ഓക്കെ ആണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ല ഞാൻ നിൻ്റെ കൂടെ ഓക്കെ എന്നുള്ള രീതിയിൽ അവൻ ഓക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കരൻ്റെ അടുത്തേക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു പയ്യൻ വരുന്നുണ്ട് ഞാനും നിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും കൺവെൻഷൻ റൂമിലാണ്. നമ്മുടെ കാണണമെന്നുണ്ടെങ്കിൽ ബോസായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചി നിൽപ്പുണ്ട്. അപ്പോൾ വേറെ രണ്ട് പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണ നോക്കി അവനെന്നുണ്ടെങ്കിൽ കാഷ്വൽ ഡ്രസ്സിൽ പോലും കാണാൻ ഭയങ്കര അധികം ക്യൂട്ടാണ്. അവനെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അവനിപ്പോഴും ഇങ്ങനെ സിംഗിളായിട്ട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അവനെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ അവൻ്റെ ഭാവിയിലുള്ള പാർട്ടിനെ പറ്റി ആലോചിച്ചിട്ട് എനിക്കതുകൊണ്ട് ജലസ് ആവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതേക്ക് നമ്മുടെ ആശ്ചര്യം മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവനിങ്ങനെ മൈൻഡൊക്കെ വായിക്കാനുള്ള പവർ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൻ തിങ്ക് ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ മനസ്സ് വായിക്കാനുള്ള പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ തിങ്ക് ചെയ്തേനെയെന്ന്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഓരോരോ ഗെയിമാണ്. ഫസ്റ്റ് ഗെയിം വിൻ ചെയ്യുന്നത് നമ്മുടെ കരൺ തന്നെയാണ്. രണ്ടാമത് വടംവലിയാണ് വെക്കുന്നത്. അതിലും വിൻ ചെയ്യുന്നത് നമ്മുടെ കരൺ തന്നെയാണ്. പിന്നെയുള്ളത് നമ്മുടെ ബോസുമായിട്ട് ചെസ്സ് പോലുള്ള ഒരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അതിൽ വിൻ ചെയ്യുന്നത് നമ്മുടെ കണ്ണാണ്. ഇതാണ് നമ്മുടെ ആച്ചിയുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ കണ്ണനെ നോക്കി അവനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൻ എന്തൊരു ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പയ്യനാണെന്ന്. അങ്ങനെ അവിടുത്തെ ഗെയിമൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും കൺവെൻഷൻ സെൻറ്ററിലേക്ക് വരുവാണ്. അവിടേക്ക് വന്ന പടത്തിന് ദുജാന്നുണ്ടെങ്കിൽ അടുത്ത ഗെയിമിനെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു ഗെയിം വേറെ ഒന്നുമല്ല അവരവർക്ക് വേണ്ട പേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് പരസ്പരം അവർ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പാർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേജിൽ വന്ന് സംസാരിക്കണം. ഏറ്റവും നന്നായിട്ട് ആരാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അവർക്കാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരവർക്ക് വേണ്ട പേഴ്സിനെ ഓരോരുത്തരായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആഴ്ചയുടെ അടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ വരുന്നില്ല. അവൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരാളെ ആര് ചൂസ് ചെയ്യാനാണ്. ഗെയിം കളിക്കാന്നൊക്കെ പറയുന്നത് കൂളായിട്ടുള്ള പേഴ്സണേ പറ്റത്തുള്ളൂ. എന്നെ ആരാണ് തിരഞ്ഞെടുക്കുന്നത് പറഞ്ഞ് ഇവനാണെന്നുണ്ടെങ്കിൽ പുറയിലോട്ട് പോകുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഇടിക്കുന്നത് നമ്മുടെ കരൻ്റെ മീതേക്കാണ്. അപ്പം നമ്മുടെ കരൻ്റെ മൈൻഡിൽ ഫൈനലി ഞാൻ നിന്നെ കണ്ടുപിടിച്ചെന്ന്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കണ്ണാണെന്നുണ്ടെങ്കിൽ ആച്ചിയുടെ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ പേരാവുന്നു. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. ആദ്യം നമ്മുടെ ആച്ചി അടുത്ത് പറയുന്നത് അവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് പറയാനായിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തോ പറയേണ്ടത്. ഞാൻ പഠിച്ചത് മാനേജ്മെൻ്റ് ആണ്. അതിനുശേഷം ഈ ഒരു ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്ത് അന്ന് മുതലേ ഒരു അഡ്മിറ്റാണ്. ഇപ്പോഴും അഡ്മിൻ തന്നെയാണ്. പിന്നെ പറയാനുള്ളത് എനിക്കിപ്പോൾ 30 വയസ്സായെന്ന്. ഇതേക്കും നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ നിനക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഫീസിൽ ചെയ്യാൻ ഇഷ്ടമെന്ന്. ഇതേ ഏട്ട പഠനത്തിന് നമ്മുടെ ആച്ചിയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും വരുന്നതിന് മുമ്പേ തന്നെ അവർക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അവിടെ എന്തെങ്കിലും പൊട്ടിപ്പോയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ വേറെ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അതേപോലെ തന്നെ ആരുടെങ്കിലും മൗസിൽ ബാറ്ററി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററിയൊക്കെ ഫില്ല് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഞാനിങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ ജോലി തടസ്സമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അവർക്ക് നന്നായിട്ട് തന്നെ ജോലി ചെയ്യാമല്ലോ എന്ന്. ഇതിന് ശേഷം നമ്മുടെ കരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കാരണം നിന്നെ പറ്റി എന്താ പറയാനുള്ളതെന്ന്. ഇതേ ഇടപാടത്തിൻ്റെ കാരണമെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ എല്ലാ കാര്യങ്ങളും അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാറില്ല. എനിക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ തോന്നുന്നത് അത് ഞാൻ അപ്പോൾ ചെയ്യും. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വെറുതെ ഞാൻ സ്പോർട്സിൽ ചേർന്നതാണ്. പക്ഷേ
ഫൈനലി ഞാൻ നാഷണൽ ടീമിൽ കളിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ ഈ മാങ്കയൊക്കെയില്ലേ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കാറുണ്ട്. വായിച്ചതിന് ശേഷം അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരാണെന്നുണ്ടെങ്കിൽ അതൊരു മാഗസീൻ ആക്കിയിട്ട് പബ്ലിക് ആക്കി. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞാൻ ഇതൊക്കെ ഫണ്ണായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫൈനലി എല്ലാ കാര്യങ്ങളും സീരിയസ് ആവുന്നു. ഇപ്പം നമ്മൾ മൈൻഡ് തിങ്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആച്ചിയും തിങ്ക് ചെയ്യുന്നുണ്ട്. ഇവനെ നോക്കി, ഇവൻ എത്ര കൂളായിട്ടാണ് ഇതിനെ പറ്റി സംസാരിക്കുന്നത്. അവനൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവനെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ അതിന് ശേഷം ഓരോരുത്തരായിട്ട് സ്റ്റേജ് വന്നിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള പേരിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഫൈനലി വന്നാൽ നമ്മുടെ കരനാണ്. കരൺ എന്തോ പറയുന്നതൊന്നും പറയുന്നില്ല, പക്ഷെ കരൺ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ആച്ചിയാന്നുണ്ടെങ്കിൽ നമ്മുടെ കരനെ കണ്ണെടുക്കാതെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവൻ സംസാരിച്ച് തീരുമ്പോഴത്തേക്കും നമ്മുടെ റോക്കാന്നുണ്ടെങ്കിൽ ആച്ചി ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഹഗ് ചെയ്ത പാടെ തന്നെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം ഇവന് നമ്മുടെ ബോസാണ്. ബോസ് വന്ന പാടെ തന്നെ ഇവൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം അവനെ ഈ ഓൺസിൻ ബാത്ത് എന്ന് പറയത്തില്ലേ, കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഈ ഹോട്ട് സ്പ്രിംഗ് ബാത്ത് എന്നൊക്കെ പറയത്തില്ലേ, അതിന് വേണ്ടിയിട്ട് അവനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എല്ലാവരും ആ ഒരു ഹോട്ട് സ്പ്രിംഗ് ബാത്തില്ലേ അതിന് വേണ്ടി വന്നേക്കുവാണ്. നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അവിടേക്കെന്നുണ്ടെങ്കിൽ നമ്മുടെ കരൺ വരുന്നുണ്ട്. കരൻ്റെ ആ ഒരു സിക്സ് പാക്ക് കാണുമ്പോൾ ഇവൻ്റെ ദേഹത്തോട്ട് തന്നെ നോക്കുന്നുണ്ട്. ഒരുമാതിരി പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുകയാണ് ഇവനത് കാണുമ്പോൾ ആകെപ്പാട് ഷെയിമായിട്ട് അവൻ നമ്മളെ കാണാനേ പാടില്ല എന്നും പറഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് മുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. കരണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ച് അങ്ങ് നിൽക്കുകയാണ്. ഇവന്റെ മുമ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണമെന്ന് എഴുതിയിട്ട് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ആച്ചിയുടെ കാലാന്നുണ്ടെങ്കിൽ കരന്റെ കാലിലേക്ക് ടച്ച് ആവാണ്. അപ്പം നമ്മുടെ കരന്റെ മൈൻഡിലാന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആച്ചിയെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൻ തിങ്ക് ചെയ്യുന്നത് അവനാന്നുണ്ടെങ്കിൽ ടെമ്പിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തൂത്തോണ്ടിരിക്കുകയാണ്. അതിന്റെ മീനിങ് അവൻ അത്രയധികം കാമാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കാലാന്നുണ്ടെങ്കിൽ നിലത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കണം, ഒരിക്കലും ആച്ചിയെ നോക്കാൻ വേണ്ടി പാടില്ല, നോക്കരുത്, കണ്ണ് തുറക്കരുത്, കണ്ണിങ്ങനെ അടച്ച് തന്നെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് ഇവനിങ്ങനെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാടുപെടുന്ന കാണുമ്പോഴേ നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ വരുമ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ പയ്യൻ വേറെ പെണ്ണും ദുജ്ജും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആച്ചിയെ കണ്ട പാടെ തന്നെ ദുജാന്നുണ്ടെങ്കിൽ ആച്ചിയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ നേരെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പയ്യുടെ എക്സാം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പയ്യുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടായിരുന്നു, അതുകൊണ്ട് നൈറ്റ് അവൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ പോയേ പറ്റത്തുള്ളൂ പറയുന്നത്. ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ എന്തോ ഇവിടെ നടക്കുന്നതെന്നുള്ള രീതി ഇങ്ങനെ നോക്കിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ അവനിപ്പോൾ വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവിടെ കയ്യിലാന്നുണ്ടെങ്കിൽ റിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കാണും. എനിക്ക് അവൻ്റെ അടുത്തോട്ട് പോകാൻ മടിയാവുന്നു, ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് അവളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ പയ്യുടെ ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ എന്തോന്ന് ഞാനാ, നീ പോയേ പറ്റത്തുള്ളൂ, പ്ലീസ് ഒന്ന് പോകത്തില്ലെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനില്ല എന്നുള്ള മട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് ഓൾറെഡി യെസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരെയും പ്രോബ്ലത്തിലാക്കാൻ എനിക്കിഷ്ടമല്ല, നീ വരണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഫൈനലി ഓക്കെ പറയുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജിൻ്റെയാണ്. ജിൻ്റെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചി വരുന്നിടം വരെ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവനാന്നുണ്ടെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ആക്കി നോക്കുമ്പോൾ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ തീർന്നു പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഓവൻ വെച്ച് ഉണ്ടാക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഓവന് കുക്ക് ചെയ്യാൻ വേണ്ടി പോണ്. അപ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അവിടെ ഒരു പൂച്ചക്കുട്ടിയെ വളർത്തുന്നുണ്ടല്ലോ. ആ ഒരു പൂച്ചയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വയറൊക്കെ കടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ഫൈനലി ഞാനാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവനാന്നുണ്ടെങ്കിൽ അന്നേരത്തെ ടെൻഷനിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അവനിങ്ങനെ താഴെ കിടക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾ വരുന്നുണ്ട്. ഡോറിൻ്റെ പുറത്ത് നിന്നുണ്ട്. സാർ നിങ്ങൾക്കുള്ള ഡെലിവറി ആണെന്ന് പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അവിടെ കിടന്നുണ്ട്. ആ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ട് അങ്ങ് പോയിക്കോളാൻ പറയണേ. ഇത് കേട്ടപാടെ തന്നെ പുറത്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സാർ അത് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന്. ഇത് കേട്ടപാടെ തന്നെ നമ്മൾ ജിൻ്റെയാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഷോക്കാവുന്നുണ്ട്. അവൻ ഡോർ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് വേറെ ആരുമില്ല, നമ്മുടെ മിന്നാണ്. മിന്നെ കണ്ടപാടെ തന്നെ ഇവനെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിലും ബോധം കെടുന്ന അവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഇവനെ പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് സാറ് നിങ്ങൾ ഓക്കെ അല്ലെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിന്നിൻ്റെ മൈൻഡിൽ പറഞ്ഞ് നമ്മുടെ ജിൻ്റെക്ക് കേൾക്കുവാണ്, ഇയാൾക്ക് ഇത് എന്താ പറ്റിയത്, ഇയാൾ ഒറ്റയ്ക്ക് താമസിക്കല്ലേ, ഇയാളെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, പക്ഷേ എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ഞാൻ ഇയാൾക്ക് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതെന്ന്. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ ജിൻ്റെയാണെന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവനാന്നുണ്ടെങ്കിൽ പോയിച്ചത് ക്യാഷ് എടുക്കുന്നുണ്ട്. ക്യാഷ് എടുത്തുകൊണ്ട് വന്ന പാടെ തന്നെ എന്നെ തുടരുന്നുള്ള രീതിയിൽ ക്യാഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരണ്ട് തുമ്പെ പിടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. വാങ്ങിച്ചിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്ക് അവനാന്നുണ്ടെങ്കിൽ പൂച്ചയുടെ സൗണ്ട് കേൾക്കുകയാണ്. ഇത് കേട്ട പാടെ തന്നെ കാരണം നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പൂച്ചയെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ജിൻ്റെയാണെന്നുണ്ടെങ്കിൽ ആ പൂച്ചയെ തന്നെയല്ലേ വന്ന് കണ്ടിട്ട് പോകാൻ പറയുന്നുണ്ട്. ഇവനകത്തേക്ക് വന്നിട്ട് പൂച്ചയെ നോക്കിയിട്ട് പേരെന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ജിൻ്റെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പേരാ ചോദിച്ചെന്ന് എഴുതിയിട്ട് ജിൻ്റ എന്ന് പറയുന്നുണ്ട്. അപ്പം മിന്നാന്നുണ്ടെങ്കിൽ പൂച്ചയെ നോക്കിയിട്ട് ജിൻ്റെന്നാണോ നിന്റെ പേരെന്ന്. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ജിൻ്റെക്ക് മനസ്സിലാവുന്നത് അവൻ ചോദിച്ചത് പൂച്ചയുടെ പേരാന്ന്. പൂച്ചയുടെ പേരാണെന്ന് ചോദിച്ചത്. പൂച്ചയുടെ പേരാന്നുണ്ടെങ്കിൽ മേഡൻ നോയ് എന്നാണ്. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ മേഡൻ നോയിന്നോ എന്ത് പറ്റി അങ്ങനെ പേരിടാൻ കാരണമെന്ന്. ഇതേക്കുമ്പോൾ നമ്മുടെ ജിൻ്റെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൂച്ച കിട്ടിയത് മേഡൻ നോയ് എന്ന് പറയുന്ന ആദ്യ റെസ്റ്റോറൻറ്റ് മുമ്പിൽ നിന്നാണെന്ന്. ഇതേക്കുമ്പോൾ തന്നെ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെന്താ പറഞ്ഞത്, മേഡൻ നോയുടെ റെസ്റ്റോറൻറ്റ് അടുത്ത് നിന്നാണ് കിട്ടിയെന്ന്. ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്, നിനക്ക് ഇതിനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മിന്നു പറയുന്നുണ്ട് അവൻ ഈ പൂച്ചക്കുട്ടിയെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ അറിയാം, അതേപോലെ തന്നെ അതിനുള്ള ഫുഡും കൊടുക്കാറുണ്ടായിരുന്നു, അതുമായിട്ട്
കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസമാണ് അതിനെ കാണാതായത്. ഞാൻ വിചാരിച്ചില്ല നിന്നെ പിന്നെയും കാണാൻ പറ്റുമെന്നൊക്കെ. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു പൂച്ചക്കുട്ടിയെ വെച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇവനെ നോക്കുമ്പോഴാന്നുണ്ടെങ്കിൽ നമ്മുടെ ജിൻഡയുടെ റൂമാന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. ഇത് കണ്ടിട്ട് ഇവനാന്നുണ്ടെങ്കിൽ പൂച്ചക്കുട്ടി എടുത്ത്, പൂച്ചക്കുട്ടി നിനക്ക് ഭാഗ്യമുണ്ട്, നീ നല്ല ആളുടെ കയ്യിലാണ് എത്തിപ്പെട്ടത്, അവൻ നിന്നെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജിൻഡയ്ക്കാന്നുണ്ടെങ്കിൽ ഇവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവന്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ മിന്നു നോക്കുമ്പോൾ ജിൻഡയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിപ്പോവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ അടുത്ത ഡെലിവറിയുടെ മെസ്സേജ് വരുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ജോലിക്ക് പോകേണ്ട ടൈമായി, ഞാൻ പോയിക്കോട്ടെ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ പൂച്ച എടുത്തിട്ട് നമ്മുടെ ജിൻഡയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജിൻഡയുടെ കൈയോട്ട് ടച്ച് ആവുകയാണ്. അപ്പോൾ നമ്മുടെ മിന്ന മൈൻഡ് പറയുന്നത് ഇയാളാന്നുണ്ടെങ്കിൽ വീടായിട്ട് ഇരുന്നാലും നല്ല പേഴ്സൺ ആണെന്ന് തോന്നുന്നു, വീടൊക്കെ നോക്കി നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എൻ്റെ പൂച്ചക്കുട്ടിയെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്, വളരെയധികം പ്രിറ്റിയാണ് ഇയാളെന്ന്. ഇത് കേട്ട പാടത്തിന് നമ്മുടെ ജിൻഡയ്ക്കാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ മാറി പോകുന്നുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ, ഞാനിപ്പോൾ പോകുവാണ്, നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് ഒന്നും വേണ്ടല്ലോ എന്ന് നമ്മുടെ മിൻ ചോദിക്കുമ്പോൾ നമ്മുടെ ജിൻഡയാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ഫുഡ് കഴിക്കണം, നീ ഒന്ന് പോയി തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇത് കേട്ട പടത്തിന്റെ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിൻഡയാന്നുണ്ടെങ്കിൽ ഡോർ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നിട്ട് എടാ ദുഷ്ട ആച്ചി നീ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മിന്നാന്നുണ്ടെങ്കിൽ ആക്കപ്പാട് വട്ടുപിടിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് ഓഫീസ് എംപ്ലോയീസിനെയാണ്. ഇവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ റോപ്പ് പയ്യനാന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചയെ കുടിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ അവനെ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മുടെ കരണിന് ഡ്രിങ്ക് വേണമെന്നുള്ള രീതിയിൽ റോപ്പിന്റെ അടുത്ത് നിന്ന് ആ ഒരു ഫുള്ള് ഡ്രിങ്ക് വാങ്ങിച്ച് അവൻ കുടിക്കുന്നുണ്ട്. അവൻ ഭയങ്കര പാടുപെട്ടിട്ടാണ് കുടിക്കുന്നത്. നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പയ്യെ പുറത്തേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ദുജാന്നുണ്ടെങ്കിൽ പയ്യെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാണ് ഇപ്പോൾ പോകുന്നതെന്ന്. അവളാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നെന്ന് പറയുമ്പോഴേ, ഈ നൈറ്റാണോ നീ പോകുന്നത്, അത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പം നിൻ്റെ കൂടെ ഞാൻ ആരാ വിടേണ്ടത്, ഇവിടെ ഇപ്പോൾ ഡ്രിങ്ക് ചെയ്യാത്ത ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ ആച്ചയാണ്, അപ്പോൾ പിന്നെ ആച്ചി നീ ഇവിടെ കൂടെ പോകാൻ പറയുന്നുണ്ട്. നമ്മുടെ ആച്ചയെന്നുണ്ടെങ്കിൽ പയ്യുടെ കൂടെ പോകുന്നുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ കഴിയും നമ്മുടെ ആച്ചിയും പയ്യും കൂടി ഇങ്ങനെ സംസാരിച്ച് നടന്നു വരുവാണ്. നടന്നു വരുമ്പോൾ നമ്മുടെ ആച്ചയെന്നുണ്ടെങ്കിൽ പയ്യെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഏതോ ഡിന്നറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിപ്പോൾ എന്തോ എന്നൊക്കെ. ഇതേക്ക് നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വിട്ട് കളഞ്ഞ്, എന്തായാലും അവൻ എൻ്റെ എക്സ് ആണ്, അതൊക്കെ കഴിഞ്ഞ കാര്യം, അതിനെപ്പറ്റി തിങ്ക് ചെയ്തിട്ട് ഞാൻ എന്തിനാ വെറുതെ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന്. ഇതൊക്കെ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് തോന്നില്ല നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്ന്, നീ ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കിയ ഒരാൾ നീ മാത്രമാണ്, ഞാനിപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും ആലോചിച്ച് ഞാൻ ഇപ്പോൾ വിഷമിക്കാൻ പോകുന്നില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെന്ന്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ പയ്യെ കണ്ട പാടെ തന്നെ പയ്യുടെ അടുത്തേക്ക് പ്രശ്നത്തിന് വരുന്നുണ്ട്. ഇടയ്ക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ആച്ചി കയറി നിൽക്കുമ്പോൾ ആച്ചിയാന്നുണ്ടെങ്കിൽ പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് വന്ന് വീഴുവാണ്. പിന്നെ നമ്മുടെ പയ്യുടെ അടുത്തേക്ക് പോകുന്ന കാണുമ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കയറി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആച്ചി അടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കരൺ വരുന്നുണ്ട്. കരൺ വന്ന പാടെ തന്നെ വെറുതെ നിങ്ങൾ പ്രശ്നത്തിനൊന്നും നിൽക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവന്മാരാന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അപ്പം തന്നെ നമ്മുടെ കരണ്ണാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരെ വരുന്നത് നമ്മുടെ ആച്ചിയുടെ അടുത്തേക്കാണ്. ആച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് നീ ഓക്കെ അല്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആച്ചിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കരന്റെ മൈൻഡ് പറയുന്നത് ആച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ, അവനിപ്പോഴും ഷോക്കായിട്ട് നിൽക്കുകയാണല്ലോ, അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ക്ഷമിക്കത്തില്ല എന്നൊക്കെ. ഇത് കേട്ടിട്ട് നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇല്ല കരൺ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മുടെ പയ്യെ ശ്രദ്ധിക്കുന്നത്. പയ്യുടെ അടുത്തേക്ക് എന്നിട്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആച്ചിയുടെ മൈൻഡിൽ കരണിനെ പറ്റി ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ ജലസായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവനെ നോക്കി അവന് ചെയ്യാൻ പറ്റാത്തായിട്ട് ഒരു കാര്യമില്ല, അവന് വർക്കിൽ സ്മാർട്ടാണ്, എല്ലാ കാര്യത്തിലും സ്മാർട്ടാണ്, എനിക്കാന്നുണ്ടെങ്കിൽ അവൻ്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഇതൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആച്ചിന് മുട്ടാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ എനിക്ക് വേദനിക്കുന്നു പറയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ഓടി വരുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ആച്ചിയുടെ കൈമുട്ടാന്നുണ്ടെങ്കിൽ മുറിഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാൻ മരുന്ന് വെച്ചുതരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ആച്ചിയും കൂട്ടിക്കൊണ്ട് പോയിച്ചെന്ന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കരൻ്റെ മൈൻഡ് പറയുന്നത് ഞാൻ ആച്ചിയുടെ എപ്പോഴും ക്ലോസ് ആവരുതെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് അവൻ്റെ അടുത്ത് ക്ലോസ് ആവുന്നതെന്ന്. അവന് ഇതൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ടല്ല ആച്ചി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഫൈനലായിട്ട് ബാൻഡേജ് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ബാൻഡേജ് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ദൈവമേ ആച്ചിയുടെ മുറിവ് പെട്ടെന്ന് തന്നെ മാറണമെന്ന് പറഞ്ഞിട്ടാണ് ഇവനാ ഒരു ബാൻഡേജ് ഒട്ടിക്കുന്നത്. ഇതേക്കും നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ നമ്മുടെ കരൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട് അവനെ ഹെൽപ്പ് ചെയ്തതിന്. അതും പറഞ്ഞിട്ട് നീ ആണെന്നുണ്ടെങ്കിൽ എന്നെ പറ്റി നല്ല തന്നെ അവിടെ വെച്ച് സ്പീച്ച് കൊടുത്തില്ലേ, അതിനും താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നീ എങ്ങനെയാണോ അത് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ, അതിനിങ്ങനെ താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ ഓഫീസ് എംപ്ലോയീസിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന പാടെ തന്നെ എല്ലാവരും കൂടി കരൻ്റെ അടുത്ത് പാട്ട് പാടാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മുടെ കരണ്ണാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാട്ട് പാടും എന്നൊക്കെ കരുതിയിട്ട് എല്ലാവരും മൈക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വിചാരിക്കും കരണ്ണാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാടുന്നു, പക്ഷെ നമ്മുടെ കരൺ പാടുന്ന പാട്ടൊന്ന് കേൾക്കേണ്ടത് തന്നെയുണ്ടോ. അത് കേട്ട പാടെ തന്നെ നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് സന്തോഷമാവുന്നുണ്ട്.
അപ്പോൾ അവൻ്റെ മൈൻഡിൽ ഫൈനലി നമ്മുടെ കരണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചെന്ന്. അങ്ങനെ ഇതും തിങ്ക് ചെയ്തിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടേക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ് വരുന്നുണ്ട്. എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടപാട് തന്നെ അവളെയും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ വിളിച്ചത് കാരണം നമ്മുടെ പയ്ക്കാന്നുണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. നിനക്ക് ഇതുവരെ വേറൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയില്ലേ? അതേപോലെ തന്നെ നീ ഇപ്പോഴും ജോലി ചെയ്യുന്നത് ആ ഒരു ഓഫീസിൽ തന്നെയാണോ? നിനക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? ഇപ്പം നിനക്ക് 30 വയസ്സായല്ലോ, എന്നിട്ടും നിനക്ക് ഇതുവരെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയില്ലേ? അത് മാത്രമല്ല നീ നന്നായിട്ട് തന്നെ വണ്ണം വെച്ചിട്ടുണ്ട്. നീ ഇപ്പോഴും ഈ ബാൽക്കണൊക്കെ ഒരുപാട് കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ സീറ്റിൽ തന്നെ നമ്മുടെ ദുജു ആച്ചി റോക്കും കൂടി ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ റോക്കിനാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ ഇപ്പം തന്നെ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പോവാം, ഞാനാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന്. ഇത്ര നാളും അവളത് പുറത്ത് പറയുന്നത് എൻ്റെ പ്രൈവസിയെ ബാധിക്കുമെന്ന് പേടിച്ചിട്ടാണെന്ന്. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പയ്യാന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് അടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കിപ്പോൾ നല്ല ഫ്രീഡം ഉണ്ട്. എനിക്ക് എന്ത് ഫുഡാണ് ഇഷ്ടം അതെനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതും പറഞ്ഞിട്ട് നേരെ നോക്കുന്നത് ആ ഒരു പെണ്ണിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ബാൽക്കോൺ ഇഷ്ടമല്ലേ? ഇന്ന് നീ ഇത് കഴിക്കുന്നുണ്ടോന്ന്. ആ ഒരു പെണ്ണെന്നുണ്ടെങ്കിൽ മടിച്ചിരിക്കുകയാണ്. ഓ, നിനക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലേ? നിന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇതൊന്നും കഴിക്കാൻ വളരെ വണ്ണം വെക്കുന്നത്. നിനക്ക് എന്താണ് ഇഷ്ടം അതിപ്പോൾ നിനക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഇങ്ങനെയായിരുന്നു എൻ്റെ കാര്യം. പക്ഷെ ഞാനിപ്പോൾ ഹാപ്പിയാണ്, ഞാനിപ്പോൾ സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ബോയ് ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനും എൻ്റെ സന്തോഷം ഇല്ലാതാക്കുന്നതെന്ന്. ഇതും പറഞ്ഞിട്ട് ഇവിടാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയി ചെന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും പറയുന്നുണ്ട് പൈ നീ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ 4 പേരും കൂടി ബാൽക്കോൺ എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ജിൻഡയാണ്. ജിൻഡയ്ക്കാന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരോട് ഇടപഴകിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ക്യാറ്റുമായിട്ടെങ്കിലും പുറത്തോട്ട് വരാമെന്ന് അറിയിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാറ്റുമായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ്. പുറത്തേക്ക് വന്നിരുന്ന് നോക്കുമ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ മിൻ വരുന്നുണ്ട്. മിന്നാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ്. നീ അവിടെ എന്തെടുക്കാന്ന് പറഞ്ഞ് നമ്മുടെ ജിൻഡ ചോദിക്കുമ്പോൾ മിന്നാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാന്ന് പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ടൈം നോക്കുമ്പോൾ 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് ആരെങ്കിലും ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഞാൻ ലഞ്ചല്ല കഴിക്കുന്നത്, ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളെന്ന് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നോ? ഇത്രയും ടൈം നീ എന്തെടുക്കാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഡെലിവറി അല്ലേ, എൻ്റെ കസ്റ്റമേഴ്സ് വിശന്നിരിക്കുമ്പോഴേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പൂജ കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇദ്ദേഹം ഇവനാന്നുണ്ടെങ്കിൽ ഓടി വരുന്നുണ്ട് പൂജയെ കാണാൻ വേണ്ടിയിട്ട്. വന്നിരുന്ന പാടെ തന്നെ നമ്മുടെ ജിൻഡയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ തിങ്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ, പയ്യൻ നല്ല പയ്യനാണ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന്. ഇതും പറഞ്ഞിട്ട് ഇവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ ഒരു ബന്ന് മാത്രമാണ് കഴിക്കുന്നത്. ഈ ഒരു ബന്ന് കഴിച്ചാൽ നിന്റെ വിശപ്പ് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഡയെന്നുണ്ടെങ്കിൽ അവൻ കൊണ്ടുവന്നിട്ടുള്ള വാട്ടർ മെലോൺ എടുത്ത് ഇവന് കൊടുക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇതും കൂടി കുടിച്ചോ, നിന്റെ വിശപ്പ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിന്ന അതെടുത്ത് കുടിക്കുമ്പോൾ അവൻ്റെ ലിപ്സിൽ കഴിയാന്നുണ്ടെങ്കിൽ ആ ഒരു ജ്യൂസ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിൻഡയെന്നുണ്ടെങ്കിൽ അത് തുടച്ചു കൊടുക്കുന്നുണ്ട്. തുടച്ചു വിടുമ്പോൾ നമ്മുടെ മിൻ തിങ്ക് ചെയ്യുന്നത്, ഞാൻ വിചാരിച്ച പോലെയല്ല അങ്കിള് ഭയങ്കര അധികം കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, നോക്കിയേ എന്തോരം ക്യൂട്ടാണെന്ന്. ഇതേക്ക് നമ്മുടെ ജിൻഡയെന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ മിന്നാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വർക്കിന് പോകാൻ സമയമായി, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവൻ അവിടെ നിന്ന് പോയ പാട് തന്നെ നമ്മുടെ ജിൻഡയെന്നുണ്ടെങ്കിൽ ഷൈ ആയിട്ട് മാഡം നോയ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂജ എടുത്ത് ചെന്നിട്ട്, മാഡം നോയ് എന്തോ ഇപ്പോൾ അവൻ എന്നെ പറ്റി പറഞ്ഞു നീ കേട്ടോ, അവനാന്നുണ്ടെങ്കിൽ ഞാൻ ക്യൂട്ടാണെന്ന് പറഞ്ഞെന്ന്. അതേസമയം ഇവിടെ എല്ലാവരും ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. നമ്മുടെ ആച്ചി ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് കരൺ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ആച്ചിയുടെ അടുത്ത് ഇരിക്കാതെ നേരെ അങ്ങ് നടന്നു പോവാണ്. ഇത് കാണുന്ന നമ്മുടെ ആച്ചെന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ കരൺ വിചാരിച്ച് കാണും അവൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ തിങ്ക് ചെയ്തിട്ടില്ല. കരണിനെ പറ്റി ആലോചിച്ച് ഞാൻ ജലസായിട്ടുണ്ട്, പക്ഷെ എനിക്കത് ഒരിക്കലും ബാഡായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. ഇതും പറഞ്ഞിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കരണാന്നുണ്ടെങ്കിൽ ആച്ചയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റേജിൽ കയറി നിന്നിട്ട്, അതെന്താണെന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരൺ പറയുന്നത്, നമ്മളെല്ലാവരും ഓഫീസിലേക്ക് വന്നിട്ട് നമുക്ക് വേണ്ടുന്ന ജോലികളെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളും നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആച്ചിയാന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഓഫീസിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കോഫിയെ പറ്റിയും ബിസ്ക്കറ്റിനെ പറ്റിയും നമ്മൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ടല്ലേ, പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ആച്ചിയെ പറ്റി നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ആച്ചി നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്തു തരുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇത് കേൾക്കുമ്പോഴാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കരൺ നീ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ കരണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കരൺ വന്നിരുന്ന പാടെ തന്നെ ആച്ചി എടുത്ത് അവൻ്റെ മുറിവ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആച്ചിയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ ആണെന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ നമ്മുടെ കരണം മുമ്പ് ഒരിക്കലും ആച്ചി റൂമിലേക്ക് വന്നപ്പോൾ അവനാന്നുണ്ടെങ്കിൽ ഒരു ഐ മാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഐ മാസ്ക് എടുത്തിട്ട് നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ കണ്ണിലേക്ക് എടുത്ത് കെട്ടാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കരണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ മാസ്ക് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ എനിക്കിത് നീ തന്നെയാണ്, എനിക്കിത് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കരണ്ട മൈൻഡിലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഐ മാസ്ക് കമ്പനി അങ്ങ് തുടങ്ങിയാൽ എന്താന്ന്. ഇതേക്ക് നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ആച്ചിയാന്നുണ്ടെങ്കിൽ ഉറങ്ങി നേരെ നമ്മുടെ കരണ്ട ഷോട്ടിലേക്ക് വന്ന് വീഴാണ്. നമ്മുടെ കരണ്ട മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അവനെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്.
ഇത് കേട്ട നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ ഞെട്ടി എഴുന്നേറ്റിട്ട് എന്താ ഇവിടെ സംഭവിച്ചത്, എന്താ ഇവിടെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത പോലെ എന്താ ഇവിടെ സംഭവിച്ചത്, ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആച്ചിക്കാന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ കണ്ട മൈൻഡിൽ അവൻ ഒച്ച വെച്ചാണെന്ന്. അപ്പം നമ്മുടെ ആച്ചി എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഏതോ ബാഡ് ആയിട്ടുള്ള ഡ്രീം കണ്ടതാണെന്ന്. എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവനെന്നുണ്ടെങ്കിൽ പിന്നെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കണ്ട മൈൻഡിൽ കരൺ പറയുന്നത് ആച്ചിക്ക് ഏത് ബാഡ് ഡ്രീം വന്നാലും അതിലെല്ലാം ഞാൻ കാണണം, അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഇതും പറഞ്ഞിട്ട് നമ്മുടെ കണ്ണാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആച്ചിയും ചിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റോട് കൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.